ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതാ അമ്പഴങ്ങ അച്ചാറാക്കുന്ന വീഡിയോയും പിന്നെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 2 ദിവസം മുമ്പ് മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് തന്നെ അരച്ച് കിട്ടുന്നുണ്ട്. മുളക് ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളവും കൂട്ടിയിട്ട് മുളക് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പിലിട്ട അമ്പഴങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്പഴങ്ങ അച്ചാർ. പിന്നെ അതിലേക്ക് ഞാൻ കലം പോർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം പൊട്ടി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചുവപ്പ് കളറാവുന്നത് വരെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ അതും ഇട്ട് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ പാകമായി പറഞ്ഞെങ്കിൽ 2 ദിവസം എടുക്കണമല്ലോ. ഇത് പെരുന്നാളിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അരച്ച് കൂട്ടിയതാണ്. അന്നൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ടേസ്റ്റ് കൂടിക്കൊണ്ടേ പോകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അച്ചാർ. ഇത് മുമ്പത്തെ ദിവസം രാത്രിയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം നമുക്ക് പെരുന്നാളാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചായ കുടിച്ചിട്ട് രാവിലത്തെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ അപ്പവും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ടായിട്ട് ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് അലിയിട്ടാടെ. പിന്നെ വരുന്നവർക്കൊക്കെ നാരങ്ങ സർബത്താണ് ഉണ്ടാക്കുന്നത്, ചെറുപുളി സർബത്ത്. ചെറുപുളി സർബത്ത് ഞാൻ ഉണ്ടാക്കിയിട്ട് വലിയൊരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആര് വന്നാലും നമുക്ക് ഇന്നിപ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ എന്നിട്ട്. പിന്നെ ചിക്കന് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് ഉപ്പ് പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കിയിട്ടെടുത്ത് ചോറ് ഇവിടെ റെഡി ആകുന്നുണ്ട്. എല്ലാം കുറച്ച് വീതിയാണ് എടുക്കുന്നത്. ഫുള്ളായിട്ട് എടുക്കാനൊന്നും സമയമില്ല. അപ്പോൾ ചോറ് വെന്ത് ചോറ് ഊറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ടായി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മസാല ആക്കുന്നുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, നീറുള്ളി, തക്കാളി അതെല്ലാം ഇട്ടിട്ട് ഇഞ്ചി പേസ്റ്റെല്ലാം ഇട്ടിട്ട് മസാല ആക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മസാല ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച കോഴി ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചോറ് ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി. പിന്നെ കച്ചമ്പർ ഉണ്ടാക്കണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ചോറൊക്കെ ആയി. കുച്ചിലൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇനി പിന്നെ ഇപ്പോൾ ഇടയിൽ പോകാനുണ്ട്. എൻ്റെ പെരക്കെല്ലാം ഞാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.